ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ട്രക്ക് ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിബിനെ ഒരു സ്വാഗതം പറഞ്ഞേ. ഫ്രണ്ട്സ് സ്വാഗതം. സ്വാഗതം. പുള്ളി സ്വാഗതം പറഞ്ഞാൽ നമുക്ക് യാത്ര തുടങ്ങാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഇന്ന് സവോള കയറ്റാൻ വന്നിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്, സവോള മാർക്കറ്റാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ വേബ്രിഡ്ജ് തൂക്കായിട്ടേക്കുന്നു. ഇത് ഇവിടുത്തെ സവോള ഫാക്ടറി ഏറ്റവും വലിയൊരു ഫാക്ടറിയാണ്, മാർക്കറ്റാണ്. ഫാക്ടറി അല്ലാത്ത മാർക്കറ്റ്, നഗർ മാർക്കറ്റാണെന്ന് അറിയപ്പോൾ നഗർ മാർക്കറ്റ്. ഇപ്പോൾ ഇവിടെ നിന്നാണല്ലോ ഇവിടെ കേരളത്തിലേക്ക് എവിടെ നിന്ന് ഇങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടില്ല. മൊത്തം മഴയാണ്. കേരളത്തിലേക്ക് യാത്ര ഭയങ്കര ദുർഘടമാണ്. കാരണം നീളെ വെള്ളപ്പൊക്കമാണ്. കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു, ഇതിനറിയില്ല. ഇതൊക്കെ ഇവിടെ വന്ന് നടക്കുന്ന വണ്ടികളാണ്. എല്ലാ വണ്ടിയും ലോഡ് ചെയ്തിട്ടേക്കുക, ഒന്നും പോകുന്നില്ല. നമ്മുടെ വണ്ടി കാലി തൂക്കാനിട്ടേക്കാണ്. എത്ര ഉണ്ടോ തൂക്കാം? ഇവനെ തൂക്കത്തിലുണ്ട് തൂക്കം 1190. അപ്പോൾ ഞങ്ങൾ ലോഡ് കയറ്റാനായിട്ട് ഇവിടെ ബോർഡിന് കയറി. വണ്ടിക്കുള്ളിൽ ഫുള്ളും വെള്ളമാണ്. ഇങ്ങനെ ഓരോരോ ഏജൻറ്റ് ഓഫീസിലാണ് ഓരോരോ വണ്ടികളിങ്ങനെ ഓരോരോ ഏജൻറ്റ് ഓഫീസിലേക്ക് ഇടണം. വണ്ടിയിൽ വെള്ളമുണ്ട്, അത് കടിച്ച് തൂത്തുവാരി കളഞ്ഞ് നമ്മുടെ മുത്ത് ക്ലീൻ ചെയ്യണുണ്ടോ. ഞങ്ങൾ അടിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് അടിക്കുമ്പോൾ അങ്ങോട്ട് അടിക്കുന്ന ടീമാണ്. ഇവിടെ നിന്നാണ് ലോഡ് കയറ്റുന്നത്. ഇതാണ് നമ്മുടെ ഗോഡൗൺ. അറിയോ, ഇതാണ് ഗോഡൗണിൻ്റെ പേര്. ഇങ്ങനെ ഇവിടെ 10,000-ൽ പരം ഗോഡൗണുകളുണ്ട്. ഈ കാണുന്ന ഗോഡൗണാണ്. ഞാൻ ആദ്യമായിട്ടോ തന്നെ. അതെ, നീ ആദ്യമായിട്ട് തന്നെ. അതുകൊണ്ട് എൻ്റെ കൂടെ വന്നപ്പോൾ എനിക്ക് ഗുണം കിട്ടിയില്ലേ. ഇതൊക്കെ ഇവിടുത്തെ ഓരോരോ ഗോഡൗണുകളാണ് കേട്ടോ. ഇങ്ങനെ ഓരോരോ കമ്പനിക്കാരിലെ ഓരോരോ ആൾക്കാരാണ്. ഇതുണ്ടോ, ഹിന്ദി നൈ മാലു, അത് കുഴപ്പമില്ല. ഉണ്ട്, ഇവിടെയൊക്കെ ലോഡ് കയറി പോയതാ. നമുക്കാരുടെ ലോഡാണ് ഇരിക്കുന്നത്. ഇതൊക്കെ കാലിയായി. ഈ സവോളയൊക്കെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള സവോളയാണ്. പടുത മഴയായതുകൊണ്ട് പടുതയ്ക്കിട്ട് ബോഡി വെള്ളം ചേർന്ന് ഇട്ടേക്ക് വന്നു. പിന്നെ എന്താണ് മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്? പടുത കുറിച്ചപ്പോൾ മടുത്തു പോയോ? സോഡാർ കുടിച്ചാലോ? രാവിലെ ആണെങ്കിൽ 2 പൂരി കഴിച്ചോളൂ. നീ ആണെങ്കിൽ 5 പൂരി 2 വടപ്പാവും കഴിച്ചോണ്ടല്ലേ. പണിയെടുത്ത് ഞാനുണ്ട് 5 പൂരി വടാപ്പാവും, പുളി 4 പൂരിയും ചായയും. 2 ചായ നീ കഴിച്ചു. പൂരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും വലിയ നമ്മുടെ നാട്ടിലെ പൂരി ഒന്നുമല്ല കേട്ടോ. ഒരു ചെറിയ ബട്ടൺസ് അത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടില് കോയിൻ പൊറോട്ട എന്ന് പറയില്ലേ, കോയിൻ പൊറോട്ട എന്ന് പറഞ്ഞാൽ കോയിൻ പൂരി. അതെ, കോയിൻ പൂരി. ഓക്കെ. നമ്മുടെ ലോഡിങ് ആരംഭിച്ചിട്ടുണ്ട്. ചേട്ടന്മാർ ഓരോരോ തട്ടി ഇട്ടിട്ടുണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ തട്ടിയായി. ആദ്യത്തെ തട്ടി ഞങ്ങൾ ബെൽറ്റൊക്കെ ഇട്ട് മുറുക്കി, ഇല്ലെങ്കിൽ പണി കിട്ടും, പള്ളി പോകും. മഴക്കാറിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ലോഡ് കയറ്റി കഴിഞ്ഞു. വേബ്രിഡ്ജിൽ ആദ്യം വന്നു കഴിഞ്ഞപ്പം തൂക്കം കുറവായിരുന്നു. പിന്നെ രണ്ടാമതൊന്ന് തൂക്കിയിട്ട് വന്നതാണ്. ഇവിടെ മഴയാണ്, മഴ രക്ഷയില്ല, ചീഞ്ഞെളിഞ്ഞ് കിടക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ വണ്ടി ലോഡായിട്ടുണ്ട്. ലോഡ് കയറി തീർന്നു. 5:45-6 മണിയായിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോരുകയാണ് കേരളത്തിലേക്ക്. ഇത് മഹാരാഷ്ട്രയിലെ സുലു എന്നൊരു പട്ടണമാണ്, സുലു. ഇവിടെ നിന്ന് നമ്മൾ 2 കിലോമീറ്റർ അപ്പുറമാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. പക്ഷേ മൊത്തം മഴ എന്ന് പറഞ്ഞാൽ കനത്ത മഴ തുടർന്ന് എല്ലായിടത്തും തന്നെ ബ്ലോക്കാണ്. ഈ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് നമ്മൾ പോകുന്ന വഴിക്കുള്ള ഓരോരോ വീഡിയോകളാണ്. ഇവിടുന്ന് ഈ പാലം കടന്ന് വേണം ഇവിടെ എതിലെ പോയാലും ഈ പാലം കടന്ന് വേണം അത്ര ചെല്ലാൻ. എന്തായാലും ഗുരുത്തോണ്ട് പകുതി വെള്ളമായിട്ട് ആയിട്ടുള്ളൂ. പുഴയൊക്കെ കരകവിഞ്ഞ് വരുന്നേ ഉള്ളൂ. എന്തായാലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് നമ്മളൊക്കെ നാട്ടിലേക്ക് പോകുന്നു. എന്തായാലും ഈ പ്രാവശ്യം ഒത്തിരി വീഡിയോകളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതെ, ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല. അതെ, എന്താ സാധനം? മട്ടൻ ബിരിയാണിയാണ്. ശമ്പളത്തിൽ പിടിക്കും എങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് ഹുബ്ബളി എന്ന സ്ഥലത്തെ അവിടുത്തെ പോലീസുകാരുടെ ചെറ്റത്തറാണ് കാണുന്നത്. നമ്മുടെ വണ്ടി 25 ടണ്ണ് തൂക്കേ ഉള്ളൂ. എന്നിട്ടും നമ്മളവിടെ വണ്ടി നിർത്തി.
ഈ പോലീസുകാരൻ ആ നിൽക്കുന്ന പോലീസുകാരനാണ്, എന്തോ ഡ്രൈവറാണെന്ന് എനിക്ക് തോന്നുന്നു, SI വണ്ടിക്കകത്തോണ്ട് ഇരിപ്പുണ്ട്. 500 രൂപ പെറ്റി അടയ്ക്കാൻ പറഞ്ഞു. നമ്മളിവിടെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് പെറ്റി, എന്ത് കാര്യത്തിനാണ് പെറ്റി, സമ്മതിക്കില്ല. എന്നിട്ട് അവസാനം ഞങ്ങൾ പൈസ ഗൂഗിൾ പേയിലാന്ന് പറഞ്ഞു. അവസാനം 300 രൂപയ്ക്ക് ഇവർ ഉറപ്പിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു ഗൂഗിൾ പേ എന്ന് പറയും. ഗൂഗിൾ പേ അവർ സ്വീകരിക്കില്ല. എന്നിട്ട് വഴിയെ പോണ ബൈക്കുകാരനെ കൈ കാണിച്ച് നിർത്തി ആ ബൈക്കുകാരനെ ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്ന സീനാണ് ഈ കാണുന്നത്. ആ ബൈക്കുകാരെ കൈ കാണിച്ച് നിർത്തിച്ചതും ഈ പോലീസുകാരൻ തന്നെയാണ്. എന്നിട്ട് ആ പുള്ളി പറഞ്ഞു മറ്റേ ബൈക്ക് വന്ന ആൾക്ക് എടുത്തു കൊടുക്കാൻ പറഞ്ഞു, ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ആ പൈസ മേടിച്ചിട്ട് ഈ പോലീസുകാരന് 300 കൊടുത്തു, 200 അങ്ങ് തിരിച്ചു തന്നു. നിങ്ങളൊന്ന് കണ്ടു നോക്കി, എന്നെ മാന്യമായിട്ടാണ് പുള്ളി നോക്കി, ഭയങ്കര മാന്യത. ഇതാണ് പോലീസുകാരൻ, ഉണ്ടോ? ഓക്കെ ആയി വന്ന് ചോദിക്കുവാണ്. എന്നിട്ട് പുള്ളി ഞങ്ങളുടെ 500 രൂപ മേടിക്കുക. 500 രൂപ മേടിച്ച് പുള്ളി 200 രൂപ ബാക്കി ഭാരത് തിരിച്ചു കൊടുക്കുന്ന ചന്തമാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഓരോരോ അപരാധങ്ങൾ ഇഷ്ടംമാതിരി മഹാരാഷ്ട്രയിലുണ്ട്. കേരള വണ്ടി നോക്കി പിടിക്കാൻ വരും. വണ്ടി ഒരെണ്ണം വഴിക്കേ കിടക്കണം, എല്ലാപ്പോഴും കാട്ടിലാണ് വണ്ടി, കാട്ടിലേക്ക് കിടക്കുന്നതാണ്, വഴിക്കേ കിടക്കുന്നതാണ്. കംപ്ലൈന്റ് പറ്റിയത് എല്ലാപ്പോഴും കാണണോ? എല്ലാപ്പോഴും കിടക്കണം. ഇവിടെ ആരും നോക്കിയും കണ്ട്, നമ്മള് കേരള വണ്ടിക്കാർ മാത്രമേ നോക്കിയും കണ്ട് വണ്ടി പിടിച്ചു വരുള്ളൂ. ബാക്കിയുള്ള വണ്ടിക്കാരൊന്നും ചുമ്മാ എടുത്ത് വെച്ച് അലക്കി വിട്ടു പോവാണ്. എല്ലാ വണ്ടിയും വഴി കിടക്കണം, എല്ലാ വണ്ടിയും വഴി കിടക്കണം, എടുത്ത് തലകുത്തി മറിയണതല്ല. പോകുമ്പോൾ തന്നെ 3-4 വണ്ടികളും ചെളിക്കകത്ത് പോകുന്നുണ്ട്. പിന്നെ താഴത്തേക്ക് ഇറങ്ങി പോകുന്നത് ഭയങ്കര ഡേഞ്ചറുമാണ്. സെക്കൻഡ് എഞ്ചിൻ ബ്രേക്കിട്ട് ഇറങ്ങി പോകണല്ലേ? സെക്കൻഡ് ആയിട്ട് വയ്യാഴക്ക് എഞ്ചിൻ ബ്രേക്ക് ഇട്ട് പയ്യെ ഇറങ്ങിപ്പോയി. ഇത് ഒരു വെട്ടടിച്ചിറങ്ങി പോവാണ്. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാപ്പോഴും ഉള്ള നമ്മുടെ ചുരം ഇറങ്ങി വരുന്ന വഴിയാണ്. സെക്കൻഡ് ഗിയറിലിട്ട് അവസാനം ഇവിടെ സെക്കൻഡ് ഗിയറിലാണോ? സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. എഞ്ചിൻ ബ്രേക്ക് കിട്ടല്ലേ? ഹാൻഡ് ബ്രേക്ക് ഇട്ട് പയ്യെ ഇറങ്ങിപ്പോയാൽ മതി. തിരിച്ച് ഒന്നും വെക്കണ്ട. നമ്മൾ സേഫ് ആയിട്ട് താഴെ ഇറങ്ങി ചെല്ലണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗിയറിലിട്ട് പയ്യെ ഇറങ്ങിപ്പോയാൽ മതി. ബ്രേക്കിന് ചൂടാവും അല്ലേ? ബ്രേക്കും ചൂടാവൂല, ഒന്നും ഉണ്ടാവൂല. വളരെ പയ്യാണ് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം ഫോറസ്റ്റ് ആണ്. ഇപ്പൊ ഞങ്ങൾ ഫോറസ്റ്റിലൂടെ പയ്യെ പൊന്തം ഇറങ്ങുന്നതാണ് കാണുന്നത്. ഇച്ചിരി പൊക്കല്ലോടാണ്, സവോള പൊക്കല്ലോടൊക്കെയാണ്. താഴോട്ട് പോന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് കാണുന്നത്. ഇന്നലെ ചാടി കണ്ടത് ഇത് അടുത്ത ദിവസം കണ്ടി ചാടിയതാണോ? നേരത്തെ ചാടിയതാണ് കേട്ടോ. ഇതൊക്കെ മണ്ണിടിച്ചിലാണ്. ഉണ്ടോ? ഭയങ്കര ഡേഞ്ചർ ഏരിയ ആണ്. വിട്ടോ വണ്ടി വിട്ടോ എവിടാ കണ്ടിട്ട് പേടിയാവണം. ഞാനത് നിന്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞത്. താഴെ ചുരത്തൊരു വളവില് ടൈലർ മറിഞ്ഞിടക്കണം കേട്ടോ കാണുന്നത്. ഇതൊക്കെ ബ്രേക്ക് പോണതായി, ബ്രേക്ക് ചൂടായിട്ട്. അങ്ങനെ ഞങ്ങൾ തൊടുപുഴയിൽ എത്തിച്ചേർന്നു. തൊടുപുഴയാണ് ഓർക്കുന്നുണ്ട്. ഇവിടെ വേവറി തൂക്കിയിട്ട് ഗോഡൗണിലോട്ട് പോവാം ഇറക്കാൻ വേണ്ടി. അപ്പോൾ ഏകദേശം നമ്മുടെ ലോഡൊക്കെ ഇറക്കി തീരാറായി. ഇനിയിപ്പം നമുക്ക് ഒത്തിരി വീഡിയോ ഈ പ്രാവശ്യം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കാരണം വെള്ളപ്പൊക്കത്തിൻ്റെ മഴയുടെ ഒക്കെ ഒരു വിഷയം കാരണമാണ്. ഇപ്പോൾ എന്തായാലും വണ്ടി ടെസ്റ്റ് വർക്ക് കിട്ടിയേക്കുവാണ്. ഇനിയിപ്പോൾ ഒരു 10-20 ദിവസം കഴിഞ്ഞ് നമുക്ക് വീഡിയോ ഒക്കെ ഉണ്ടാവുള്ളൂ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.